അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് ഈ തട്ടിപ്പിൽ ആന്റണി എം പിക്കെതിരെ ഇഡി എന്നുള്ളതാണ്. അപ്പോൾ ഈ സാമ്പത്തിക ഇടപാട് ആരോപണമാണ് ഇത്. ഇതിൽ ഇപ്പോൾ രാഷ്ട്രീയ പോരിലേക്കും വഴിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. എന്താണ് ആരോപണമെന്നാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഇതൊരു സാമ്പത്തിക ഇടപാട് ആരോപണമാണെന്ന് ആദ്യമേ പറഞ്ഞു. വെളിപ്പെടുത്തലുമായി എത്തുന്നത് നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഈ സാമ്പത്തിക ഇടപാട് ആരോപണത്തിൽ അതിന്റെ ആരോപണം ആന്റണി എം പിക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഈ വെളിപ്പെടുത്തൽ നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമയാണ് ഉന്നയിക്കുന്നത്. ആന്റണിക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഒപ്പം ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഉന്നയിക്കപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ആന്റണി 2 കോടി രൂപ വാങ്ങി എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ആരോപണം. പണം കൈമാറിയത് അത് 2019 NM രാജു പറയുന്നത്. 2019 ഈ പണം 2 കോടി രൂപ വാങ്ങിയത് എന്നുള്ളതാണ് NM രാജുവിന്റെ ആരോപണം. നിക്ഷേപകരുടെ പണം എം പിക്ക് നൽകിയെന്ന് വെളിപ്പെടുത്തൽ, അതാണ് പ്രധാനമായിട്ടുള്ള വെളിപ്പെടുത്തൽ. നിക്ഷേപകരുടെ പണം എം പിക്ക് നൽകി എന്നുള്ളതാണ് ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഇത് 7 വർഷമായി പണം തിരികെ ചോദിച്ച് നടക്കുകയാണ്. അതായത് ഈ പണം 2019 നൽകി 2 മാസത്തിനകം തിരിച്ചു നൽകാമെന്ന് പറയുന്നു. പക്ഷേ 7 വർഷമായിട്ടും യാതൊരു തരത്തിലുള്ള തിരിച്ചു നൽകാനുള്ള ഒരു ശ്രമം നടന്നില്ല എന്നുള്ളതായിരുന്നു ഇദ്ദേഹം പ്രധാനമായിട്ടും ഉന്നയിച്ചിരുന്നത്. തിരികെ നൽകിയത് 20, അതായത് ഒരുപാട് തവണ ചോദിച്ചു നടന്നു. അതിനുശേഷം തിരികെ നൽകിയത് 20 ലക്ഷം രൂപ മാത്രമെന്നാണ് ഈ NM രാജു പറയുന്നത്. ഈ രാജു പണം നൽകിയിരുന്നു എന്ന് സംബന്ധിച്ച് എം പി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ്, അതായത് ഈ ആരോപണം ഉയർന്ന ഒരു ഘട്ടത്തിലാണ് പണം നൽകി എന്ന കാര്യം ഉന്നയിച്ചുകൊണ്ട് എം പി തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. അത് 2 കോടി രൂപ വാങ്ങിയിട്ടുണ്ടെന്ന കാര്യം സ്ഥിരീകരിക്കുന്നു. ഇക്കാര്യം വാങ്ങിയത് ഈ തിരിച്ചു നൽകിയ കാര്യം അടക്കമുള്ള കാര്യങ്ങളിൽ പക്ഷേ ഒരു വ്യക്തത ഇല്ലാതെയായിരുന്നു അന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രതികരണം നടത്തുകയും ചെയ്തത്. എന്തായാലും വാങ്ങിയ പണം തിരികെ നൽകി എന്നുള്ള കാര്യമാണ് ആന്റണി എം പി സ്ഥിരീകരിക്കുന്നത്. പക്ഷേ എത്ര പണം വാങ്ങി എന്നുള്ള ഒരു കണക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരുപാട് സംസാരിച്ചു അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ. പക്ഷെ അപ്പോഴും എത്ര രൂപ വാങ്ങി, ഈ 2 കോടി എന്നുള്ള ആരോപണം NM രാജു ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും എത്ര വാങ്ങി എന്നുള്ളത് കാര്യത്തിൽ സ്ഥിരീകരണം നടത്താൻ എം പി തയ്യാറായിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിന്റെ ആകെ തുക.